Hello everyone, welcome back to a new video. So in this video we'll be talking about the poem Transplorers, which comes under MAS4 Kerala Culture and Literature. Transplorers is a multifaceted and poignant poem that traverses various themes and landscape, weaving together intricate narratives that explore the human condition, nature's indifferent beauty, and the interconnectedness of life and death. So let's start the poem. I'll read it stanza by stanza and explain the meaning. First stanza. Some sugar spilled when making coffee. Ants with sharp noses surrounded it. The adults and the youngsters carried it as per one's ability. Massive crystals of sugar up one side and along the other. An ant looks at his lover. Of a sudden, a broom descends on them. So, ഫസ്റ്റ് ആ ഒരു സ്റ്റാൻസിൽ പറയുന്നത് എന്താണ്, ഒരു ഇമേജറിയാണ്. അതായത് ഒരു കോഫി മേക്കിംഗ് ഒരു സീനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ കുറച്ച് പഞ്ചസാര താഴെ വീഴുകയാണ്. അപ്പോൾ ഇതെല്ലാം ആരാണ് നോട്ടീസ് ചെയ്യുന്നത്? കുറച്ച് ഉറുമ്പുകളുണ്ട്, അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അവരെ പേഴ്സോണിഫൈ ചെയ്യുകയാണ് ഇവിടെ ഉള്ളത്. ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഉറുമ്പും കൂട്ടത്തിലെ അഡൽട്ട്സും യങ്സ്റ്റേഴ്സ് എല്ലാവരും തന്നെ വരുന്നുണ്ട്. അങ്ങനെ അവർക്ക് കഴിയുന്ന രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പഞ്ചസാര കട്ടിയും അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ അത് താഴെ വീണ പഞ്ചസാര കട്ടികളെ എടുത്തുകൊണ്ട് പോവുകയാണ്. സോ ഇത് ലിറ്ററൽ മീനിങ് ഇതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ മെറ്റഫോറിക്കൽ മീനിങ് നമ്മുടെ ഹ്യൂമൻസ് ആയിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഈ ആൻസിന് പകരം നമ്മളെ തന്നെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഒരു പഞ്ചസാര കട്ടകൾ എടുത്തുകൊണ്ട് പോകുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ക്യാരി ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ഇമേജറിയുടെ മീനിങ്. സോ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഉറുമ്പുകൾ ആ ഒരു പഞ്ചസാര കട്ടകൾ എടുത്തുകൊണ്ട് പോകുന്നു എന്നാണെങ്കിൽ അതിൻ്റെ അകത്ത് സിംബോളിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ചുമലിൽ ഏറിക്കൊണ്ട് പോകുന്നത് എന്നാണ്. And then we have the line of an ant stops to look at his lover. Again അതും ഒരു പേഴ്സോണിഫൈഡ് അല്ലെങ്കിൽ ആന്ത്രോപോമോർഫിക് ആയിട്ടുള്ള ഒരു സീനാണ്. ബിക്കോസ് വി യൂഷ്വലി ഡോണ്ട് അസോസിയേറ്റ് ദീസ് ക്വാളിറ്റീസ് ലൈക്ക് ലവ് ആൻഡ് കൈൻഡ്നെസ് എക്സെട്ര വിത്ത് ആൻസ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ രീതിയിൽ പറയുന്നുണ്ട്. അതായത് ചുറ്റുമുള്ള ആൾക്കാർ നോക്കുന്നുണ്ട്, ബിലവഡ് ആയിട്ടുള്ളൊരു ആൻറ്റിനെയും നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു സ്പീഷീസിന് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ പെട്ടെന്നൊരു കറ്റാസ്ട്രോഫി നടക്കുകയാണ്. ഒരു ചൂല് അവിടെ ഇരുന്ന ഒരു ചൂല് അവരുടെ മേളിലത്തേക്ക് വീഴുകയാണ്. നെക്സ്റ്റ് ആൻസർ. സം സ്ക്രാമ്പിൾഡ് അപ്പ് ദി ബ്രൂം, അതേഴ്സ് സ്കാറ്റേർഡ്, കാൺ ഫൈൻഡ് ഹെർ, വേർ ഇസ് ഷീ, ഹർ സെൻറ്റ് ലെഫ്റ്റ് ദ റൂം. അപ്പോൾ അടുത്തത് ഈ ഒരു ബ്രൂം അവരുടെ പുറത്തേക്ക് വീഴുമ്പോഴേക്കും പലരും പല വഴിക്ക് ഓടുന്നുണ്ട്. മറ്റ് ചിലർ അതിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ഈ ഒരു ആൻറ്റ് നോക്കുമ്പോൾ കുറച്ച് മുമ്പ് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ലവറിനെ ഇപ്പോൾ കാണാനില്ല. എവിടെയാണ് അതിൻ്റെ ഒരു സെൻറ്റ് പോലും ഇപ്പോൾ ആ റൂമിലില്ല. അങ്ങനത്തെ രീതിയിൽ ഒരു ട്രാജഡി നടക്കുകയാണ്. സോ അഗെയിൻ ഈ ഒരു ബ്രൂമിൻ്റെ ഒരു സഡൻ അറ്റാക്ക്, അതും ഒരു സിംബലിസമാണ്. നമ്മുടെ ലൈഫിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പല രീതിയിലുള്ള ചാലഞ്ചസ് നമ്മുടെ മുന്നിൽ വരുന്നത്, പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് സംഭവിക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു ബ്രൂമിൻ്റെ അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്. അറ്റാക്ക് പ്രിസൈസ്ലി 29,029 feet above a world of sugar crystals. With oxygen tubes pushed into nostrils, they were climbing towards the earth's creases in the Rainbow Valley. Numerous cadavers that will never die, slipping and staying up with her. A snowstorm is blowing, she is out of breath, she is cold. സോ അടുത്തത് പറയുന്നത് വേറൊരു ഇമേജറി ആയിട്ട് നമുക്ക് തോന്നും. അതായത് പറയുന്നത് 29 feet above a world of sugar crystals. അപ്പോൾ ഇവിടെ ലിറ്ററൽ മീനിങ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ് ആ ഒരു
എന്താണ് ആ ഒരു ഉറുമ്പുകൾ ആ ഒരു ബ്രൂമിലേക്ക് ഇങ്ങനെ കയറുന്നതെന്നും ആ ഒരു പഞ്ചസാര കട്ടകൾ വെച്ചിട്ട് കയറുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ഇമേജറി എന്ന് പറയുന്നത് എങ്ങനെയാണോ ഉറുമ്പുകൾ ആ ഒരു ബ്രൂമിൽ കയറുന്നത് അതുപോലെ തന്നെയാണ് മൗണ്ട് എവറസ്റ്റ് പോലത്തുള്ള പർവ്വതങ്ങളിൽ കയറുന്നത്. ആ ഒരു കമ്പാരിസണാണ് ഇവിടെ വരുന്നത്. കാരണം ഓക്സിജൻ മാസ്ക് പുഷ്ഡ് ഇൻ ടു നോസ്ട്രൽസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ഇമേജറി അതാണ്. ഈ ഒരു മൗണ്ട് എവറസ്റ്റ് പോലത്തുള്ള മൗണ്ടൻസ് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് തന്നെയാണ് കയറുന്നത്. കാരണം ഉയരം കൂടുന്തോറും ഓക്സിജൻ്റെ ലെവൽ കുറയുന്നു. അപ്പോൾ ആ ഒരു പർവ്വതാരോഹണം എന്നുള്ളൊരു ആക്ടിവിറ്റിയുടെ സമയത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് പോയറ്റ് ഈ ഒരു കാര്യം കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ പറയുന്നത് എന്താണ്, അവർ ആ ഒരു ബ്രൂം കയറുകയാണ്. എങ്ങനെയാണോ മൗണ്ടൻ കയറുന്നത്, പക്ഷേ അത് അത്ര എളുപ്പമുള്ളൊരു ജേണി അല്ല, ഒരുപാടധികം സ്ട്രഗിൾ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും അതിൻ്റെ മേളിലെത്തുന്നില്ല, പലരും പകുതി വെച്ച് മരിച്ചു വീഴുകയാണ്. അപ്പം അതുപോലെ തന്നെയാണ് മൗണ്ട് എവറസ്റ്റിൽ തന്നെ റെയിൻബോ വാലി എന്നുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മരണങ്ങൾ അല്ലെങ്കിൽ ഈ പർവ്വതാരോഹണരുടെ മൃതദേഹങ്ങൾ കാണുന്നതെന്ന് പറയപ്പെടും. കാരണം ആ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഒരുപാടധികം പ്രശ്നങ്ങൾ വരും, ആരോഗ്യപരമായിട്ടും പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ പോണ വഴിക്ക് മരിച്ച് വീഴുന്ന ആൾക്കാർ, അവരുടെ ബോഡീസ് പലപ്പോഴും കാണാൻ പറ്റുന്നത് ഈ ഒരു റെയിൻബോ വാലി എന്ന സ്ഥലത്താണ്. മാത്രമല്ല ഇത് പലപ്പോഴും മഞ്ഞുമലയാണ്. അപ്പോൾ അവരുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഡീക്കേ ചെയ്യുന്നില്ല, കുറേയൊക്കെ ഫ്രോസൺ ആവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഉറുമ്പുകൾ ബ്രൂം കയറുന്ന സമയത്തും പലരും വഴിക്ക് വെച്ച് അവർ വീണ് പോകുന്നുണ്ട്, മരിച്ച് വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലവർ ആൻറ്റിനെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മുടെ മിസ്സിംഗ് ആയിട്ട് പോയിട്ടുള്ള ലവർ ആൻറ്റിനെയാണ് ഇവിടെ ഹെർ എന്നൊരു പ്രോണൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷീ ഈസ് ഓൾസോ ഡിപ്പിക്റ്റഡ് ആസ് ബീങ് ഔട്ട് ഓഫ് ബ്രെത്ത് ആൻഡ് ബീങ് കോൾഡ്. അതായത് ആ ഒരു ലവർ ആൻറ്റും ഇപ്പോൾ മിസ്സിംഗ് ആയി പോയ ഒരു ആൻറ്റ് ഇതുപോലെ തന്നെ മരണത്തിന് വക്കിലെത്തി നിൽക്കുന്ന ആയിട്ടാണ് കാണിക്കുന്നത്. സോ അഗെയിൻ ദ ജേർണി symbolize the journey of love and life and the struggle faced along the way. And the Rainbow Valley represent the beauty and harsh reality of life coexisting. Next, there was a kid who folded paper and made birds for her funeral. Those birds perched on the branches and cried, "People curse the rain." അപ്പോൾ അടുത്ത ഇമേജറി എന്ന് പറയുന്നത് ഒരു കുട്ടി പേപ്പർ കൊണ്ട് ഓരോ ബേർഡ്സിനെ ഉണ്ടാക്കിയാണ് ഫോർ ഹെർ ഫ്യൂണറൽ. ഇവിടെ ഹെർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒരു ഉറുമ്പിനെ, ലവർ ആൻറ്റിനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു പേപ്പർ ആൻസ് എന്ന് എഗെയിൻ ഇവിടെ ആന്ത്രോപോമോർഫിക് ആണ്. ഇവർക്കും ഈ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ പക്ഷികൾക്ക് പോലും ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനത്തെ ബേർഡ്സ് എല്ലാം തന്നെ ആ മരച്ചില്ലയിൽ പോയിരുന്ന് കരയാണ്. പക്ഷെ ആ സമയം അവിടുത്തെ ആൾക്കാരെന്താ ചെയ്യുന്നത്? ആ ഫ്യൂണറലിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മഴയാണ് കുറ്റം പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഐഡിയ എന്ന് പറയുന്നത് പേപ്പർ ബേർഡ്സ് സിംബലൈസ് ചെയ്യുന്നത് ഫ്രജൈലിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. അതുപോലെ തന്നെ ഫ്യൂണറൽ ആണ്, അതുകൊണ്ട് തന്നെ ദർ ഇസ് എ സെൻസ് ഓഫ് മോർണിംഗ് ആൻഡ് ലോസ് ആസ് വെൽ. കാരണം പേപ്പർ ബേർഡ്സ് ആണ്, ഏത് നിമിഷം വേണമെങ്കിലും അത് കീറിപ്പോകാം. സോ ഹ്യൂമൻ ലൈഫ് ഈസ് ഫ്രജൈൽ എന്നൊരു ഐഡിയ. അതുപോലെ തന്നെ മരണം എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്. നമ്മൾ എത്രമാത്രം പവർ ഉണ്ടെങ്കിലും എത്രമാത്രം വെൽത്ത് ഉണ്ടെങ്കിലും മരണം എന്ന് പറയുന്നത് എന്തായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഏത് ലിവിങ് ബീങ്ങിനെ എടുത്ത് നോക്കിയാലും മരണം ഉറപ്പായിട്ടും എത്തും ഒരു സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഇതുവരെ പറഞ്ഞ സ്റ്റാൻസയിലെല്ലാം തന്നെ നമുക്ക് ആ ഒരു തീം കാണാൻ പറ്റും. ദ തീം ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്, ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, ഹൗ ഫ്രജൈൽ ലൈഫ് ഇസ്. ഈ തീംസ് എല്ലാം തന്നെ ഇതിന് മുമ്പ് പറഞ്ഞ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു തീം ഒന്നും കൂടി റീഎൻഫോഴ്സ് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു ഐറണി നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് ആകെ അവിടെ മോർണിംഗ് നടത്തുന്നത്, ആ ഒരു ദുഃഖം പങ്കുവെക്കുന്നത് ഈ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബേർഡ്സ് മാത്രമാണ്. ശരിക്കും ജീവനുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്?
ദ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫ്യൂണറൽ. അവർ മഴയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മഴയിലാണ് അവരുടെ ഫോക്കസ് മൊത്തം. അപ്പോൾ ഇതിലും പറയുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിയുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ ഒരു വാല്യൂ അവിടെ കുറയുന്നുണ്ട്. നമുക്ക് എത്രമാത്രം അടുപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ആലോചിക്കും ആ ഒരു വ്യക്തിയെ, നമ്മുടെ റെസ്പെക്റ്റ് എല്ലാം തന്നെ നമ്മൾ കൊടുക്കും, ശരിയാണ്. പക്ഷേ അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. മെജോറിറ്റി ആൾക്കാരും ഒരു വ്യക്തി മരിച്ചു പോകുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ടുള്ളൊരു ഒരു കെയർ, ഒരു അറ്റൻഷൻ നമ്മൾ കാണാറില്ല. അപ്പോൾ ഈ ഒരു ഫ്യൂണറൽ സീനിലും അതാണ് കാണുന്നത്. ഒരു വ്യക്തി മരിച്ചിരിക്കുന്നു, അതിപ്പോൾ പോയതിൽ നമുക്ക് ലവർ ആണ്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വേറെ ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് തന്നെ ഇമാജിൻ ചെയ്യാം. എന്താണെങ്കിലും അവിടെ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബേർഡ്സ് ആണ് അവിടെ ആ ഒരു ദുഃഖം പങ്കുവെക്കുന്നത്. ജീവനുള്ള ശരിക്കുള്ള മനുഷ്യരവിടെ ആ ഒരു ഫ്യൂണറൽ പങ്കെടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മഴയെ കുറ്റം പറയുന്നതിലാണ് താല്പര്യം കാണിക്കുന്നത്. അതാണ് അവിടുത്തെ ഐറണി. Next is the paper birds got soaked without the nest, a branch to roost. News and advertisements streamed away from them. We are getting wet, the bird said, and she heard it with a hum lying in the coffin. ലാസ്റ്റ് ആൻസയാണ് അതിൽ പറയുന്നത്. ഈ മഴയാണ്, അപ്പോൾ പേപ്പർ ബേർഡ്സ് നനയാൻ തുടങ്ങി. അവർക്ക് ഒരു കൂടില്ല, അതുപോലെ തന്നെ ഒരു ഷെൽട്ടർ ഇല്ല. സോ അഗെയിൻ ഇറ്റ് സിംബലൈസ് ദ വൾണറബിലിറ്റി ആൻഡ് ലാക്ക് ഓഫ് പ്രൊട്ടക്ഷൻ ഇൻ ദ ഫേസ് ഓഫ് ലൈഫ്സ് ചാലഞ്ചസ്. കാരണം പലപ്പോഴും നമുക്കും ഈ ഒരു എക്സ്പീരിയൻസ് തോന്നാം. മഴ പോലത്തുള്ള ഒബ്സ്റ്റക്കിൾസ്, ഇറ്റ്സ് നോട്ട് ലിറ്ററലി റെയിൻ. മഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസിനെയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചലഞ്ചസ് വരുന്ന സമയത്തും നമുക്കും ഇവരെ പോലെ ഒരു ഷെൽട്ടർ കാണത്തില്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം കാണത്തില്ല. വി ഫീൽ വൾണറബിൾ. ആ ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ആ ഫ്യൂണറലിൽ പങ്കെടുത്തിട്ടുള്ള ന്യൂസും അഡ്വർടൈസ്മെൻറ്റ്സും അവരെല്ലാം എന്താ ചെയ്യുന്നത്? ഈ പേപ്പർ ബേർഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അവരവരുടെ കാര്യം സാധിച്ചു, അവരുടെ വഴിക്ക് പോകുന്നു. എഗെയിൻ ആ ഒരു ഇൻഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വന്നിട്ടുള്ള മനുഷ്യരെല്ലാവരും തന്നെ ഫ്യൂണറലിൽ പങ്കെടുക്കാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് പേ ചെയ്യാൻ വേണ്ടിയോ ദുഃഖത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയോ അല്ല വന്നത്. പ്രോബബ്ലി ദേ ജസ്റ്റ് കെയിം ഫോർ ദ സേക്ക് ഓഫ് കമ്മിങ്. അപ്പോൾ അങ്ങനെ ന്യൂസും അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരാരും പേപ്പർ ബേർഡ്സിനെ തിരിഞ്ഞു നോക്കുന്നില്ല, അവരെ സഹായിക്കുന്നില്ല. ഷോസ് ദി ഹ്യൂമൻ ഇൻഡിഫറൻസ്. അപ്പോൾ വീണ്ടും ഈ പക്ഷികൾ പറയാണ് നമ്മൾ നനയാണെന്ന് പറയുമ്പോൾ ആകെ ആ ഒരു അവരുടെ അവരുടെ സംസാരം കേൾക്കുന്നതും അത് അഗ്രി ചെയ്യുന്നതും ഈ ഫ്യൂണറലിൽ ഈ മരിച്ചു കിടക്കുന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം കോഫിനിൽ കിടന്നുകൊണ്ട് അവൾ കേട്ടു എന്ന് മാത്രമല്ല ഒരു സൗണ്ട് പുറപ്പെടുവിച്ച് മനസ്സിലാക്കുന്നു എന്ന് വരെ പറയുന്നുണ്ട്. സോ അഗെയിൻ ദാറ്റ്സ് ദ ഐറണി. അവിടെ ജീവനുള്ള ആൾക്കാരുണ്ടായിട്ട് അവരെ തിരിഞ്ഞു നോക്കിയില്ല. ജീവൻ ഇല്ലാതെ കോഫിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിയാണ് ഇതെല്ലാം തന്നെ കേട്ട് അക്നോളേജ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദി മീനിങ് ഓർ ദി സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ ഓഫ് ദി പോയം. ഒരുപാടധികം സിംബോളിസവും അതുപോലെ തന്നെ തീംസ് നമുക്ക് കാണാൻ പറ്റും. മെയിൻലി ലവ്, ലോസ്, സ്ട്രഗിൾ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ആൻഡ് നേച്ചേഴ്സ് ഇൻഡിഫറൻറ്റ് ബ്യൂട്ടി. അപ്പോൾ ഇതിലെ ആൻഡ് ഷുഗറാണ് ആദ്യത്തെ ഒരു ഇമേജറി ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ഡൊമസ്റ്റിക് സീനാണ് കാണാൻ പറ്റുന്നത്. ആൻഡ്സ് ഹ്യൂമൻ ക്വാളിറ്റീസ് ഉള്ളവരാണ്. അവർ ആ ഒരു ഷുഗർ ക്രിസ്റ്റൽസ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇറ്റ് ഓൾസോ ഷോസ് യൂണിറ്റി ആൻഡ് കമ്മ്യൂണൽ എഫേർട്ട് ആസ് വെൽ ആസ് ഹൗ ഹ്യൂമൻ ബീങ് is also carrying his or her responsibilities like them. പിന്നെ കാണിക്കുന്നത് ഒരു ആൻഡ് ആൻഡ് ലവറിനെ നോക്കുന്നതാണ്. അഗെയിൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ മോമെൻറ്റ് ഓഫ് കണക്ഷൻ അമിഡ്സ് ദി ലേബർ. പെട്ടെന്നൊരു അറ്റാക്ക് വരെയാണ്, ആ ഒരു ബ്രൂം അവരുടെ മേളിൽ വീഴുകയാണ്. ഇറ്റ് സിംബലൈസ് ദി ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ് വി ഫേസ് ത്രൂ ഔട്ട് അവർ ലൈഫ് ആൻഡ് ദി ലോസ് ഓഫ് ദി ലവേഴ്സ് സ്ട്രെങ്ത് symbolize sudden separation and disorientation. നെക്സ്റ്റ് ഇമേജറിയാണ് ക്ലൈംബേഴ്സ് ഓൺ എവറസ്റ്റ്. അപ്പോൾ എങ്ങനെയാണോ ഈ ഒരു ഉറുമ്പുകൾ ഈ ഒരു ബ്രൂം കയറുന്നത്, അതുപോലെ തന്നെയാണ് മൗണ്ടൻ ക്ലൈംബേഴ്സ് മൗണ്ട് എവറസ്റ്റ് കയറുന്നത് എന്നാണ് കമ്പാരിസൺ വരുന്നത്. അപ്പോൾ നമുക്കറിയാം മഞ്ഞുമലകൾ പോലത്തുള്ള കണ്ടീഷൻ ആണെങ്കിൽ എക്സ്ട്രീം കണ്ടീഷനാണ്. പക്ഷെ അപ്പോഴും അവർ ഓക്സിജൻ ട്യൂബൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു അവരുടെ ലിമിറ്റിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. സോ ഇറ്റ് ഷോസ് ഹ്യൂമൻ ഡിറ്റർമിനേഷൻ ആൻഡ് വൾണറബിലിറ്റി. പക്ഷെ എല്ലാവരും തന്നെ ആ ഒരു പീക്കിൽ എത്തുന്നില്ല. പലരും പകുതിക്ക് വെച്ച് മരിച്ചു വീഴുന്നുണ്ട്.
അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് റെയിൻബോ വാലി. നൊട്ടോറിയസ് ആണ്, കാരണം പലപ്പോഴും പല ക്ലൈംബേഴ്സിൻ്റെയും ബോഡീസ് അവിടെ കാണപ്പെടാറുണ്ട്. സോ അഗെയിൻ ഇറ്റ് ഷോസ് ദി സ്ട്രഗിൾ ഫോർ സർവൈവൽ ആൻഡ് ദി പ്രസൻസ് ഓഫ് ഡെത്ത്, ദി ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. പിന്നെ നമ്മുടെ ലവർ ആണ്ടാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ആ ഒരു മരിച്ചു വീഴുന്നൊരു ലൈനും ആ ഒരു ഇമേജറി കാണാൻ പറ്റും. So the snowstorm and the woman's struggle for breath and warmth highlight the relentless indifference forces of nature. കാരണം മനുഷ്യർക്ക് പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യരെല്ലാം ഈക്വൽ ആണ്, ഒരു രീതിയിലുള്ള ഡിഫറൻസും ഇല്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത ഇമേജറി എന്ന് പറയുന്നത് ആ ഒരു ഫ്യൂണറലും പേപ്പർ ബേർഡും ആണ്. ഒരു കുട്ടി പേപ്പർ കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കുന്നു, ഫ്യൂണറൽ സെറമണിക്ക് വേണ്ടിയാണ്. ബേർഡ്സ് സിംബലൈസ് ചെയ്യുന്നത് ഇന്നസെൻസ്, ഡെലിക്കേറ്റ് നേച്ചർ ഓഫ് ലൈഫ്. അതുപോലെ തന്നെ അവരാണ് ഫ്യൂണറലിൽ ശരിക്കും പങ്കിടുന്നത്. അവരുടെ ഒരു നിസ്സഹായതയും അവരുടെ സങ്കടമൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മഴ പെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഷെൽട്ടർ ഇല്ല. അപ്പോൾ അവരുടെ ആ ഒരു സ്ട്രഗിൾ, അവരുടെ സഫറിങ്സ് ആണ് കാണിക്കുന്നത്. പിന്നെ അവരുടെ ആ ഒരു കാര്യം ആകെ കേട്ട് അക്നോളേജ് ചെയ്യുന്നത് ചുറ്റും കൂടി നിൽക്കുന്ന മനുഷ്യരല്ല, പക്ഷെ മരിച്ചു കിടക്കുന്ന ആ ഒരു വ്യക്തിയാണെന്നും പറയുന്നുണ്ട്. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ പോയിന്റ് ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. തീംസ് ആൻഡ് ഇമേജറി ആണെങ്കിൽ യൂണിയൻ ആൻഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, ലവ് ആൻഡ് ലോസ്, സ്ട്രഗിൾ അഗെയിൻസ്റ്റ് നേച്ചർ, ഡെത്ത് ആൻഡ് മോർണിംഗ്, ആൻഡ് സിംബലിസം ഓഫ് നേച്ചർ, ദാറ്റ് ഈസ് ദ ഷുഗർ ക്രിസ്റ്റൽ, സ്നോ, റെയിൻ, എക്സെട്ര. So, in conclusion, the poems transition from a microcosm of ant to the vast expanse of Everest, and finally to the intimate grief of a funeral, create a tapestry of interconnectedness experience, emphasizing universal themes of love, loss, and human condition. And ഒരു കാര്യം കൂടി പറയട്ടെ, I think I forgot to mention about the poet. The poet's name is Alina, who hails from Pathanamthitta. She's a model and singer, and she also writes poetry as well as short stories in Malayalam. And her articles mainly focus on gender, sexuality and caste. ഇത് പോയിറ്റിനെ കുറിച്ചുള്ള ഒരു ബയോഗ്രഫിയാണ്. പിന്നെ ഈ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ ട്രാൻസ്പ്ലോറേഴ്സ് എന്ന് പറയുന്നത് രണ്ട് വാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാൻ പറ്റും. ട്രാൻസ് മീനിങ് മൂവിങ് അക്രോസ് ബൗണ്ടറി, and explorers, individuals who seek new territories, ideas, experiences, etc. അപ്പോൾ ട്രാൻസ്പ്ലോറേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കുറച്ച് ഇൻഡിവിജ്വൽസ്, അവരെപ്പോഴും മൂവിങ് ആണ്, എപ്പോഴും ട്രാവലിംഗ് ആണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ ടെറിട്ടറീസ് കണ്ടുപിടിക്കുക, പുതിയ ഐഡിയാസ്, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഉദ്ദേശമുള്ള കുറച്ച് ഇൻഡിവിജ്വൽസ് അവർ ട്രാവൽ ചെയ്യാണ്. അവർ പലപ്പോഴും പല ബൗണ്ടറീസും ക്രോസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നു. അതാണ് ട്രാൻസ്പ്ലോറേഴ്സിൻ്റെ ഐഡിയ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനെയും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ബൗണ്ടറീസിൽ താമസിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ സൊസൈറ്റി മാർജിൻസിലൊക്കെ അവരാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ദേ ഹാവ് എക്സ്പീരിയൻസസ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കോൺട്രഡിക്ടറി ടു ദി ട്രഡീഷണലി ഫിക്സ്ഡ് സോഷ്യൽ നോംസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസിനെ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഒന്ന് ജനറലായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, അവരുടെ സ്ട്രഗിൾസും അവരുടെ റെസ്പോൺസിബിലിറ്റീസും എല്ലാം തന്നെ. അല്ലെങ്കിൽ നമുക്ക് മാർജിനലൈസ്ഡ് ആയി പോകുന്ന ഗ്രൂപ്പിനെ മാത്രം നമുക്ക് സ്പെസിഫൈ ചെയ്ത് കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് അവരാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസ് വരുന്നത്. ഈ ഒരു ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ ഡിവിഷൻ കാരണമുള്ളൊരു സ്ട്രഗിൾസ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഡിനൈ ചെയ്യപ്പെടുകയാണ് അവരുടേത്. അപ്പം അങ്ങനത്തെ രീതി നമുക്ക് സ്പെസിഫൈ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാം ഈ ഒരു പോയം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് പോയം. ഐ ഹോപ്പ് ദിസ് വാസ് ക്ലിയർ. If yes, do like the video, and if you have anything more to add, you can do so in the comment section. So thank you.